പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ 1-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. വാക്കുകളുടെ അർത്ഥം: ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, യാതൊരാൾ കർമ്മഫലത്തെ അനാശ്രിത ആശ്രയിക്കാത്തയാൾ, കാര്യത്തെ, കർമ്മത്തെ കരോതി ചെയ്യുന്നുവോ, അയാൾ, സന്യാസിയും യോഗിയും നിരഗ്നിഹി അഗ്നിക്രിയ ചെയ്യാത്തവൻ, ന അല്ല, ക്രിയകളെ ചെയ്യാത്തവൻ, ന അല്ല. അർജുന, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യകർമ്മങ്ങളെ ചെയ്യുന്നയാളോ അയാളാകുന്നു സന്യാസിയും യോഗിയും. അല്ലാതെ അഗ്നിക്രിയ ചെയ്യാത്തവനോ ക്രിയകളെ ചെയ്യാത്തവനോ അല്ല. ഇവിടെ ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് സന്യാസിയും യോഗിയും, സാഖ്യനാണ് സന്യാസി, യോഗിയും. ഇവിടെ സന്യാസിയും യോഗിയും കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യങ്ങളെ ചെയ്യുന്നവരാണ്. കർമ്മഫലത്തെ ആശ്രയിക്കാതെ, ഇച്ഛിക്കാതെ കർമ്മത്തെ ചെയ്യുക എന്ന് പറയുന്നത് അതിസാഹസികമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ്. കർമ്മഫലത്തെ ഇച്ഛിക്കാതെ ഒരു ദിവസം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാണോ? നമ്മൾ ജോലി ചെയ്യുന്നു, മാസാമാസം ശമ്പളം കിട്ടുന്നു. ഈ ശമ്പളത്തിൽ നിന്ന് 1000 രൂപ അടുത്ത മാസം കുറക്കും. അത് ഓണറാവാം, സർക്കാരാവാം, ആരെങ്കിലും. എന്തെല്ലാം പ്രശ്നങ്ങൾ! നമ്മൾ സർക്കാർ ജോലിയൊക്കെ സമീപിക്കുമ്പോൾ ദൈനംദിനം ജീവനക്കാരുടെ പല തരത്തിലുള്ള സമരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഡോക്ടേഴ്സ് പണിമുടക്കുന്നു, ടീച്ചേഴ്സ് പണിമുടക്കുന്നു, ബസ് ജീവനക്കാർ പണിമുടക്കുന്നു. ഇതൊരു സ്ഥിരം വാർത്തയാണ്. കാരണം പ്രതിഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പലപ്പോഴും സംഘർഷഭരിതമാണ്. മനസ്സിന് സംഘർഷമുണ്ടാക്കും. സംഘർഷഭരിതമല്ലാതെ പ്രതിഫല ഇച്ഛയോട് കൂടിയ കർമ്മം ചെയ്യാൻ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്, സർവസംഘ പരിത്യാഗിയായ സന്യാസി, അതുപോലെ തന്നെ യോഗി. ആരല്ല അഗ്നിക്രിയകളെ ചെയ്യാത്തവനോ ക്രിയകളെ ചെയ്യാത്തവനോ അല്ല. യോഗിയെക്കുറിച്ചും സന്യാസിയെക്കുറിച്ചും പറയുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ പ്രത്യേകിച്ച് ക്രിയകളൊന്നും കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. സന്യാസി ചുമ്മായിരിക്കുന്നു, ജോലിക്ക് പോകുന്നില്ല, ഭിക്ഷാടനം നടത്തുന്നു. സന്യാസിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരുടെ തലം ശാരീരിക അധ്വാനമാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്ന മിഥ്യാധാരണയിൽ നിന്നാണ് അവരത് ചോദിക്കുന്നത്. എല്ലാവർക്കും കായികപരമായിട്ട് അധ്വാനിക്കുവാനോ എല്ലാവർക്കും ബുദ്ധിപരമായി അധ്വാനിക്കുവാനോ സാധ്യമല്ല. ഓരോ മനുഷ്യൻ്റെ തലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ മനുഷ്യൻ്റെയും വ്യവഹാര ലോകം. ഇവിടെ ഭഗവാൻ പറയുന്നത്, അനാശ്രിതനാണ് കർമ്മഫലത്തെ ആശ്രയിക്കാത്തവൻ. കാര്യം കർമ്മ കരോതി യഃ.
കാര്യത്തെ ചെയ്യുന്നു, കർമ്മഫലത്തെ ഇച്ഛിക്കാതെ ചെയ്യുമ്പോൾ അയാൾ സന്യാസിയും യോഗിയുമാകുന്നു. അവൻ നിരഗ്നിയാണ്. നിരഗ്നി, അഗ്നികർമ്മങ്ങൾ. ഹൈന്ദവ വിശ്വാസപ്രകാരം അഗ്നിയാണ് നമ്മുടെ ഗുരു, അഗ്നിയാണ് സാക്ഷി, അഗ്നിയാണെല്ലാം. അഗ്നിഹോത്രം നടത്തിക്കൊണ്ടാണ് അടുക്കളയിലെ പ്രഭാതകർമ്മം പോലും നമ്മുടെ അമ്മമാർ ചെയ്തു തുടങ്ങുന്നത്. അതുകൊണ്ട് അഗ്നിയുമായി ബന്ധപ്പെട്ട അനേക കർമ്മങ്ങൾ, അതുപോലെ ചാക്രിയം, ക്രിയ ഒന്നും ചെയ്യാത്ത അവസ്ഥ. നമ്മളെ സംബന്ധിച്ച് ഒരാൾ അഗ്നിയെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, അയാളെ ശാന്തിക്കാരൻ പല പേരിലും നമ്മൾ വിളിക്കും. അതുപോലെ ശരീരം കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, അത്ര ആളുകളെയും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ പരമമായ ജ്ഞാനത്തിൻ്റെ തലത്തിൽ വിരാജിക്കുന്ന ഒരു യോഗിയെ സംബന്ധിച്ച്, സന്യാസിയെ സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനമാണ് നിഗൂഢമായ പലതിനെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അവരുടെ ബുദ്ധിശക്തിയും ആ ബുദ്ധിശക്തിക്കനുസരിച്ച ചിന്തകൾക്കും ശരീരം പ്രവർത്തിക്കേണ്ടതില്ല. ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനം വളരെ വലിയൊരു ഘടകമല്ല. ശരീരത്തിന് ആരോഗ്യം നിർബന്ധമാണ്. ശക്തിയുള്ളൊരു ശരീരത്തിൽ, ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത്, ശരീരബോധത്തെ ഉപേക്ഷിച്ചവന് ശരീരം കൊണ്ടുള്ള ക്രിയകളെ വലിയ പ്രാധാന്യമില്ല. അഗ്നികർമ്മങ്ങളെല്ലാം വിശിഷ്ടങ്ങളാണ്. പക്ഷെ അതൊരു പ്രത്യേക തലം വരെ മാത്രമേ തുടരേണ്ടതുള്ളൂ. ജീവിതകാലം മുഴുവൻ അഗ്നിക്രിയകൾ ചെയ്യണം എന്ന് ഭഗവാൻ നിഷ്കർഷിക്കുന്നില്ല. ആ ക്രിയയെ അറിഞ്ഞ് ആ ക്രിയയുടെ തലത്തിൽ നിന്നും വളർന്നിട്ട് അതിനെ ഉപേക്ഷിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളെ ഉപേക്ഷിക്കുന്നവരുണ്ട്. അവർക്ക് ക്ഷേത്രം എന്താണെന്ന് പോലും അറിയുന്നതിന് മുമ്പ് ക്ഷേത്രത്തെ ഉപേക്ഷിക്കുക, നിങ്ങൾ ഇന്നേ കുണ്ഡലിനി യോഗ ചെയ്യുക എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് എല്ലാ തലത്തിൽപ്പെട്ട ഹിന്ദുക്കളെയും ഉൾക്കൊള്ളുവാൻ കഴിയണം ഏതൊരാചാര്യനും. ആചാര്യന്മാർ പലതുണ്ട്, പക്ഷെ എല്ലാ തരത്തിലുള്ള ഹിന്ദുക്കളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്, ഇത്തരം യോഗിക്കും സന്യാസിക്കും കർമ്മങ്ങളൊന്നുമില്ല, അഗ്നികർമ്മങ്ങളുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.